കർണാടകയിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡികർക്ക് സംവരണം നൽകാൻ നീക്കം. സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നീക്കം ഫലം കാണുമോ? കർണാടകത്തിൽ ഒരു തൊഴിൽ സംവരണത്തിന് സിദ്ധരാമയ്യ സർക്കാർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംവരണം നമുക്കൊക്കെ വളരെ പരിചിതമായ ടേമാണ്. എല്ലാ സർക്കാർ സർവീസിലുമൊക്കെ നമ്മൾ സംവരണം കേൾക്കാറുമുണ്ട്. പക്ഷേ ഇതല്പം അസ്വാഭാവികമായ ഒരു സംവരണമാണ്. അതായത് കർണാടകത്തിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡികർക്ക് മാത്രമായി ജോലികളിൽ സംവരണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് ഇന്ന് മന്ത്രിസഭയുടെ അംഗീകാരം ആ ബില്ല് നേടിയിരിക്കുന്നു. ഇനി ഉടൻ തന്നെ അത് നിയമസഭയുടെ അംഗീകാരത്തിന് വിടാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരാണ് ഈ കന്നഡികർ? ഇപ്പം നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ആരാണ് ഈ മലയാളികൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് ബില്ലിൽ പറയുന്നത് കർണാടകത്തിൽ ജനിച്ചു വളർന്നവർ, സ്വാഭാവികം. രണ്ടാമത്തേത് 15 വർഷമായി കർണാടകയിൽ ജീവിക്കുന്ന, കന്നഡ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്നവർ. ഇവരൊക്കെയാണ് ഈ കന്നഡിക എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. അവർക്ക് മാത്രമായി സ്വകാര്യ മേഖലയിൽ, ശ്രദ്ധിക്കണം, സർക്കാർ മേഖലയിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എപ്പോഴും ഇപ്പം മലയാളി ആർക്കാണ് കേരളത്തിൽ PSC ജോലി കിട്ടുക? ഭരണഭാഷ മലയാളമാണ്. സ്വാഭാവികമായി മലയാളം എഴുതാനും വായിക്കാനും പറയാനും അറിയുന്നവർക്കായിരിക്കും ജോലി കിട്ടുക. അതുപോലെ കർണാടകയിലായാലും കന്നഡ എഴുതാനും വായിക്കാനും പറയാനും അറിയുന്നവർക്കാണ് സർക്കാർ മേഖലയിൽ തൊഴിൽ കിട്ടുക. പക്ഷേ ഇതിപ്പോൾ സ്വകാര്യ മേഖലയിൽ ഇങ്ങനെ ഒരു നീക്കത്തിനാണ് സിദ്ധരാമയ്യ സർക്കാർ ശ്രമിക്കുന്നത്. അത് സ്വാഭാവികമായും നമ്മൾ മലയാളികളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കും. കാരണം നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് ആലോചിക്കൂ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എത്ര പേർ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നുണ്ട്, അല്ലേ? നമുക്കറിയാവുന്ന, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട, സുഹൃത്തുക്കളിൽപ്പെട്ട എത്രയോ പേർ ജോലി ചെയ്യുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മെച്ചപ്പെട്ട ഒരു വർക്ക് പ്ലേസ് എന്ന നിലയ്ക്ക് നമുക്കറിയാവുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പോൾ ഈ ബംഗളൂരുവിലേക്കാണ് ഇങ്ങനെയൊരു നീക്കം വരുന്നത്. ഇനി ഏതൊക്കെ തൊഴിൽ, അതാണല്ലോ സ്വാഭാവികമായി നമുക്ക് അറിയേണ്ട അടുത്ത കാര്യം. അത് വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇത് ഒരുപോലെ ബാധകമാകും. 50% മാനേജ്മെൻറ്റ് പദവി, 50% അവർ ഉദ്ദേശിക്കുന്നത്. 75% നോൺ മാനേജ്മെൻറ്റ് ജോലി. ഇനി അതിൻ്റെ താഴെയുള്ള CD കാറ്റഗറി, അതായത് പ്യൂൺ, സ്വീപ്പർ എന്നൊക്കെ തുടങ്ങിയ തസ്തികകളിൽ പൂർണ്ണമായും കന്നഡികർക്ക് അല്ലെങ്കിൽ കർണാടകക്കാർക്ക് സംവരണം നൽകാനാണ് ഇത് ശ്രമിക്കുന്നത്. ഇതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇനി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കും എന്നതാണ് പറയുന്നത്. കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കച്ചവട സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും. അമൽ, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ പുറത്തുപോയി തൊഴിലെടുത്ത് ജീവിക്കുന്ന, ഏറ്റവും കൂടുതൽ പേർ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ ഉൾപ്പെടുന്ന കർണാടക. അവിടെ ഇങ്ങനെയൊരു സംവരണത്തിന് നീക്കം കൊണ്ടുവന്നാൽ അത് നമുക്കറിയാം, അതൊരു സ്വാഭാവികമായും ഭരണഘടനയ്ക്ക്, അമൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അത് ഭരണഘടനയ്ക്കെതിരാണ്, ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്. പക്ഷേ അങ്ങനെ ഒരു നീക്കം കൊണ്ടുവന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാവുക നമ്മൾ മലയാളികൾക്കായിരിക്കും. നമ്മളിപ്പോൾ ഇതിലെ മലയാളികൾ ഇത്രയേറെ ബംഗളൂരുവിനെ ഒരു തൊഴിൽ നൽകുന്ന മേഖലയായിട്ട് ആശ്രയിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പോൾ ഉത്സവ സീസണുകളാവുമ്പോൾ, ക്രിസ്മസ്, ഓണം സീസണുകളിൽ ഇവിടേക്കുള്ള ട്രെയിനുകൾ ഇല്ല, അല്ലെങ്കിൽ ബസ്സുകൾ യാത്രാക്കൂലി കൂട്ടുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ എത്രയധികം ആളുകൾ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നുവെന്നും തിരിച്ച് കേരളത്തിലേക്ക് അവർ വരുന്ന കാര്യമൊക്കെയാണല്ലോ ഈ ഉത്സവ സീസണുകളിൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന്, അത് പല മേഖലയിൽ, പ്രത്യേകിച്ച് IT ആണ്, IT മാത്രമല്ല മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ നമ്മൾ മലയാളികളിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു വലിയ ശതമാനം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂരുവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രദേശങ്ങളും. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംവരണം കൊണ്ടുവരുമ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് തസ്തികയിലുള്ള ആളുകളാണെങ്കിൽ അവിടെയുള്ള ആ തസ്തികകളിൽ 50% കർണാടകക്കാരായിരിക്കണം. നോൺ മാനേജ്മെന്റ് പദവിയാണെങ്കിൽ 75%. അത് എവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ നിലയിൽ പരിശോധിക്കുകയാണെങ്കിൽ വരുന്ന കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് IT കമ്പനികളുണ്ട്, മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, ആശുപത്രികൾ, സർവകലാശാലകൾ, സ്കൂളുകൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ വരുന്നു, ബയോടെക്നോളജി സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ. ഒന്ന് ആലോചിക്കും, നമുക്ക് ബാംഗ്ലൂരിൽ പോയാൽ നമ്മൾ പോകുന്ന ഹോട്ടലുകളിൽ നമ്മൾ കാണുന്ന സ്റ്റാഫിൽ അധികവും മലയാളികളായിരിക്കും. ആ നിലയിൽ ഏതാണ്ട് സ്വകാര്യ മേഖല എന്ന് പറയുമ്പോൾ സർക്കാർ മേഖല പ്രദാനം ചെയ്യുന്ന തൊഴിലിന്റെ എത്രയോ ഇരട്ടിയാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് നൽകുന്ന തൊഴിലവസരങ്ങൾ. അവിടെയെല്ലാമാണ് ഇത്തരത്തിൽ നിശ്ചിത ശതമാനം കർണാടകക്കാർ മാത്രമായിരിക്കണം എന്നുള്ള ഒരു നിയമം സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ തന്നെ അങ്ങനെ വരുമ്പോൾ സർക്കാർ ഈ ബില്ലിൽ പല നിബന്ധനകളും
കമ്പനികളും പറയുന്നുണ്ട്. അതായത് ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ 100 പേരിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അതിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഉറപ്പായിട്ടും സർക്കാരിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം എന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തൊഴിൽ റിപ്പോർട്ട്, ഒഴിവ് വരുന്ന തൊഴിലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ 3 മാസം കൂടുമ്പോഴും സർക്കാരിന് കൃത്യമായി ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകിയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇതിൽ അടുത്തതായി പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഇത്തരം കമ്പനികളുടെ ഉടമകളിൽ നിന്നും അതിന്റെ മാനേജ്മെന്റിൽ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ സർക്കാർ ഇടപെടുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു വശത്ത്. രണ്ട്, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇപ്പോൾ മലയാളികൾ വലിയ രീതിയിൽ ഇതിൽ പ്രതിസന്ധിയിലാകുമെന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല. ഒരു കാലത്ത് നഴ്സിംഗ് ആയിരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ആശുപത്രികളിലും മറ്റുമായി കർണാടകന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിൽ നഴ്സിംഗ് ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഇപ്പോഴുമുണ്ട്. രണ്ട്, IT മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞതാണ്. ഇവരെല്ലാം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും ഇതിൽ നമ്മൾ മലയാളികളുടെ പ്രശ്നങ്ങൾ എന്നതിനൊക്കെ അപ്പുറം ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണ് അല്ലേ അമൽ? ഒന്ന് ആലോചിക്കൂ, നമ്മൾ മലയാളികൾ പറയുകയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ജോലികളും നമ്മൾ ഇനി മലയാളികൾക്ക് മാത്രമായി മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ ഈ നാടിനൊരു എക്സിസ്റ്റൻസ് ഇല്ല എന്നത് പോട്ടെ, അത് മാത്രമല്ല അത് രാജ്യത്ത് എവിടെയും തൊഴിലെടുത്ത് നമുക്ക് രാജ്യം ഉറപ്പു തരുന്ന ചില മൗലിക അവകാശങ്ങളുണ്ടല്ലോ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(e) എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും നൽകുന്ന കുറേ അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത് ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് ചെന്ന് ജോലി ചെയ്യാം, തൊഴിലെടുത്ത് ജീവിക്കാം, അവിടെ പോയി താമസിക്കാം. അതൊന്നും വിലക്കാൻ ഭരണഘടന പ്രകാരം ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധമായ കാര്യത്തിന് ഈ ഒരു സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലെ അവസ്ഥയൊക്കെ അറിയാം. അത് ഇങ്ങനെ ഒരു തുലാസിൽ എന്ന പോലെ അല്പം തട്ട് BJPയുടെ താണിരിക്കുന്നു എന്നേ ഉള്ളൂ. ഏതാണ്ട് തുല്യ ശക്തികൾ എന്ന മാതിരിയാണ് അവർ പോകുന്നത്. അങ്ങനെ ഒരു സമയത്ത് സർക്കാരിന് BJP സർക്കാരിന് ഒരു എന്താ പറയുക മുൻകൈ എടുക്കാവുന്ന, അല്ലെങ്കിൽ അവർക്ക് ആക്രമിക്കാൻ ഒരു ആയുധം ഇട്ടുകൊടുക്കുന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനൊരു നീക്കം സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു ഇതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് പോയാൽ, ഇത് ആഗോളീകരണത്തിൻ്റെ കാലമാണ്. എല്ലാം ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ജർമ്മനിയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടിയാണ്. ബ്രിട്ടീഷ് കമ്പനി ജർമ്മനിയിൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്കറിയാവുന്ന എത്രയോ പേർ ഇത്തരത്തിൽ മൾട്ടിനാഷണൽ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഈ പ്രാദേശികവാദം നമുക്ക് പറയാൻ കഴിയുക, അത് നടപ്പാക്കാൻ സാധിക്കുക? രാജ്യാതിർത്തികളൊക്കെ, ഇത് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയാണ് ഈ പറയുന്നത്, രാജ്യാതിർത്തികളും പിന്നിട്ടിട്ട് നമ്മുടെ വർക്ക് ഫോഴ്സ് യാത്ര ചെയ്യുന്ന ഒരു കാലത്താണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള കമ്പനികളെല്ലാം കർണാടകയിൽ ഉടമസ്ഥതയിലുള്ളതാണോ അല്ലെങ്കിൽ കർണാടകക്കാരുടേതാണോ? അല്ല. ബാംഗ്ലൂരിലെ മിക്കവാറും എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള സമാനമായ രീതിയിൽ വിദേശത്ത് ഉള്ള കമ്പനികൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ബാംഗ്ലൂരിലുണ്ട്. അതെന്തുകൊണ്ടാണ്? ബാംഗ്ലൂരിലേക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ആ വർക്ക് ഫോഴ്സിനെ അവിടെ നിലനിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് അവർ ബാംഗ്ലൂരിൽ വന്ന് ഓഫീസ് തുറക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇത് കർണാടകത്തിൻ്റെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലോ അല്ലെങ്കിൽ കർണാടക വിട്ട് കേരളത്തിലോ എവിടെ വേണമെങ്കിൽ ഇത് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ ഗുണം ആക്സസിബിൾ ആയ ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് ആ കമ്പനി അവിടെ ഓഫീസ് തുറന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അവിടെ നിങ്ങൾക്ക് കന്നഡിഗരെ മാത്രമേ ജോലിക്ക് എടുക്കാൻ കഴിയൂ എന്ന് വന്നാൽ ആ കമ്പനി അവിടെ നിന്ന് പോകും. സ്വാഭാവികം. അവർക്കിപ്പോൾ രാജ്യത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ അവർക്കൊരു ഓഫീസ് തുറക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ കർണാടകയിൽ നിന്നുള്ള കമ്പനികളായാൽ പോലും നമുക്കറിയാം, രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായാലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏറ്റവും ബുദ്ധിയുള്ള വർക്ക് ഫോഴ്സിനെ കിട്ടുന്നത് സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ഫോഴ്സ് ഇല്ലാതാവുമ്പോൾ കർണാടകയിലെ കമ്പനികൾ എന്ത് ചെയ്യും? കർണാടകത്തിൽ അങ്ങനെയുള്ള കമ്പനികൾക്ക് പ്രതിസന്ധി നേരിട്ടാൽ, ഇന്റർനാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പ്രശ്നം നേരിട്ടാൽ അവർ അവിടെ നിന്ന് പോകും. ഇതൊക്കെ തിരിച്ചടിക്കുക ആർക്കാണ്? അത് കർണാടകയ്ക്കും കർണാടക സർക്കാരിനും തന്നെയായിരിക്കും.
ആ നിലയിലാണ് ഇതിലൊരു തൊഴിൽ നൈപുണ്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ ഒരു 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 രാജ്യത്തിനകത്തേക്ക് ഒരു സ്ഥാപനം വരുന്നു, ഒരു IT കമ്പനി അവരുടെ ഒരു ഓഫീസ് തുറക്കുന്നു, അത് അതിൻ്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് അത് ആ കെട്ടിടം പ്രവർത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ തൊഴിൽ സാധ്യത അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർ അവിടെ നിന്നാവണം എന്നുള്ള ഒരു കാര്യമേ അവരുടെ ഒരു കൺസിഡറേഷൻ ഉണ്ടാവുന്ന കാര്യമല്ല. അവിടെ ഏറ്റവും യോഗ്യരായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള തൊഴിലാളികളെ അവർക്ക് കിട്ടുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ബംഗളൂരുവിൽ ഒരു സ്ഥാപനമുണ്ട് എന്ന് വെച്ചതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം കർണാടകക്കാരായിരിക്കണമെന്നുള്ള ഒരു നിർബന്ധവും ഇക്കാര്യത്തിൽ വരുത്തേണ്ടതില്ല. സ്വാഭാവികമായിട്ട് ഈ കമ്പനികളൊന്നും ഇത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തന്നെ സർക്കാരിന്റെ ഈ നടപടി ഒരു ഫാസിസ്റ്റ് നടപടിയാണ് എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കമ്പനി കർണാടക ബേസ് ചെയ്തിട്ടുള്ള മണിപ്പാൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ മോഹൻദാസ് പൈ ആണ്. അദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥാപനം നൽകുന്ന തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് കീഴിൽ വിവിധ മേഖലകളിലായി തൊഴിൽ ചെയ്യുന്നത് 10,000-ലധികം ജോലിക്കാരാണ്. അത്രയും പേരെ കർണാടകക്കാരാകണമെന്നൊരു നിർബന്ധമില്ല. ഒരുപക്ഷെ 10,000 ഇത്രയും വരുന്ന 10,000 തൊഴിലാളികൾ കർണാടകക്കാരാകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. കാരണം അത് വിവിധ മേഖലകളിലുള്ളതായിരിക്കും, വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കും. അതെല്ലാം തന്നെ ഒരേ സംസ്ഥാനത്തിനകത്തു നിന്നുള്ള ആളുകൾ വേണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ കർണാടകയിലുള്ള ആളുകൾ യോഗ്യരല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഈ ഓരോ മേഖലയിലും ഇതിനനുസരിച്ചുള്ള ആളുകളെ കിട്ടുക എന്നുള്ളത് എപ്പോഴും ഒരു പ്രദേശത്തിന്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പ്രാദേശികമായ ഒരു അതിർത്തിക്കുള്ളിൽ നിന്ന് കിട്ടണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല. ഇപ്പോൾ സർക്കാരിന്റെ ഈ നടപടിയെ വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഫാസിസ്റ്റ് നടപടിയാണ് എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോൾ ബംഗളൂർ ഇപ്പം ശ്രീജ പറഞ്ഞത് തന്നെ ഈ കമ്പനികൾ ഇവിടെ വിട്ടോടുമെന്ന് പറഞ്ഞല്ലോ. അവിടെ അവർക്ക് അനുയോജ്യരായിട്ടുള്ള തൊഴിലാളികളെ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അവിടെ ഈ സ്ഥാപനം പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അത് തന്നെയാണ് ഇപ്പോൾ ബയോകോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം, പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ബംഗളൂരുവിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷാ അവർ പറയുന്നത് എന്താണ്? ബംഗളൂരുവിലെ ടെക് കമ്പനികളെ അടക്കം ഒറ്റയടിക്ക് പേടിപ്പിച്ച് ഓടിക്കുന്ന ഒരു ബില്ലാണ് സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അവിടെ ഒരിക്കലും കമ്പനികൾ ആഗ്രഹിക്കുന്നില്ല, വ്യവസായ സ്ഥാപനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നില്ല, അവരെല്ലാം ഇതിനെ എതിർക്കുന്നു. ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പൊ അതിനെയാണ് സർക്കാർ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി. ഒന്ന്, ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എതിർപ്പുണ്ടാവും, വലിയ പ്രതിഷേധം, തൊഴിലാളികൾക്കിടയിൽ നിന്നുള്ള ഒരു എതിർപ്പിനെ കൂടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഉറപ്പായും ഇതിപ്പോ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക സൗദിയിലെ സ്വദേശിവൽക്കരണം, സൗദി നിതാക്കത്ത് എന്ന പേരിൽ നമ്മുടെയൊക്കെ ഒരു കാലത്ത് മുഴുവൻ നമ്മുടെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചതാണ്. എത്രയോ മലയാളികൾ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്കൊക്കെ വരേണ്ടി വന്നു. പക്ഷേ സൗദി ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് അതിൻ്റെ പരമാധികാരമുണ്ട്. അവിടെ ഭരണഘടനാനുസൃതം അവർക്ക് എന്തും തീരുമാനിക്കാം. അതൊരു സൗദി കിങ്ഡം ആണ്, അവർക്ക് എന്തും തീരുമാനിക്കാം. പക്ഷെ അതുപോലെ അല്ല ഈ കർണാടക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ്. കർണാടകയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നതാണ് അതിലെ ചോദ്യം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ മറാത്തയിലെ മണ്ണിൻ്റെ മക്കൾ വാദമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ 70കളിലും 80കളിലും മറാത്തയിലെ തെരുവുകളെ തീ പിടിപ്പിച്ച കലാപത്തിലേക്ക് നയിച്ച, അതൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളായിരുന്നു. ആ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചടിക്കുകയും ചെയ്തു. 2019 ആയപ്പോഴത്തേക്കും അവർക്ക് അതെല്ലാം അവസാനിപ്പിച്ച് അവർക്ക് ഏറ്റവും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. അന്ന് ഈ മറാത്ത വാദം ഉയരുകയും മണ്ണിന്റെ മക്കൾ വാദം ഉയരുകയും ചെയ്ത കാലത്ത് BJP ആദ്യം അതിനെ പിന്തുണച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ BJPക്ക് കാര്യം മനസ്സിലായി. അന്ന് ഒരു അക്ഷരം മിണ്ടാതെ നിന്നത് കോൺഗ്രസ് ആയിരുന്നു. കാരണം ഇവരെ പിണക്കിയാൽ വോട്ട് കിട്ടില്ല. മറാത്ത എന്ന് പറയുന്നത് ഒരു വലിയ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ പേടിച്ച് മിണ്ടാതിരുന്നു. പക്ഷേ കാലം മാറിയിരിക്കുന്നു. അതുപോലെയല്ല ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രാദേശികമായ സങ്കുചിതമായ നീക്കങ്ങളുമായി മുന്നോട്ട് വരുന്നത് സിദ്ധരാമയ്യ എന്ന് പറയുന്ന നേതാവിനെയോ കർണാടക കോൺഗ്രസിനെയോ മാത്രമല്ല ബാധിക്കുക. ഇങ്ങനെയൊരു ചിന്ത പോലും ഒരുപക്ഷെ രാജ്യത്തെ കോൺഗ്രസിനെ മുഴുവൻ തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് നിയമസഭയിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ ഈ രാജ്യത്ത് കോടതികളുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അവരുടെയൊക്കെ മുന്നിലേക്ക് ഇക്കാര്യങ്ങൾ പോവും. ഇങ്ങനെ ഒരു കാര്യം ഭരണഘടനാപരമല്ലാത്തതിനാൽ തന്നെ ഇതിനെ എത്ര കണ്ട് ഒരു സാധുത ലഭിക്കും എന്ന കാര്യം നമുക്ക് കണ്ടറിയണം. പക്ഷെ അപ്പോഴും ഇങ്ങനൊരു നീക്കത്തിന് മുതിരുന്നു എന്നതുപോലും ആശങ്കാജനകമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇത്തരമൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരമൊരു ബില്ല് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം സിദ്ധരാമയ്യ തന്നെയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ആദ്യമായിട്ട് പുറത്തുവിടുന്നത്. അതിന്റെ പിന്നാലെയാണ് വലിയ പ്രതിഷേധങ്ങൾ. അത് കമ്പനികളുടെയും വ്യവസായികളുടെയും ഭാഗത്തുനിന്നും തൊഴിലാളികളുടെ ഒക്കെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനർത്ഥം തന്നെ ഒരുപക്ഷെ ഇത് നേരിട്ട് ഇപ്പോൾ നിയമസഭ നടന്നു
നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് നിയമസഭയിലേക്ക് ഉടനെ എത്തണമെന്നില്ല. കൂടുതൽ ചർച്ചകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒറ്റയടിക്ക് ഇത് കൊണ്ടുവന്നാൽ വലിയ തിരിച്ചടി മറ്റു പല മേഖല, ഇപ്പൊ കർണാടകയിലെ തദ്ദേശീയരെ തൃപ്തിപ്പെടുത്താനാകുമെങ്കിലും നമ്മളിപ്പോൾ ഇത്തിരി മുമ്പ് പറഞ്ഞ ഈ ആഗോളീകരണ കാലത്ത് ഫെഡറൽ രാജ്യത്ത് ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാർ ഒറ്റയടിക്ക് ഇനി ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഇനി അങ്ങനെ പോയാൽ തന്നെ തീർച്ചയായിട്ടും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ICL Finco, the intelligent choice.